നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കും തോന്നുന്നത് ഇപ്പൊ തന്നെ ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന. എന്തിനു വെച്ച് താമസിപ്പിക്കുന്നേ? ഏട്ടന് പറയാനുള്ളത് ഏട്ടനും അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയും പറയട്ടെ. വേണ്ട സോണെ, ഇപ്പൊ സംസാരിക്കാൻ പോയാ ഏട്ടൻ വൈകാരികമായിട്ടായിരിക്കും ഇതിനെടുക്കുന്നത്. ചിലപ്പോ ഈ രാത്രി തന്നെ ഏട്ടൻ ഇറങ്ങിപ്പോകാനും മതി. അതെ, ഇന്ദ്രേട്ടൻ തിരിച്ചു വന്നതിൽ പോലും എന്തോ ഒരു വൈകാരിക പ്രശ്നമുണ്ട്. നാളെ ഇന്ദ്രേട്ടൻ തന്നെ അതൊക്കെ പറയുമായിരിക്കും. അതുവരെ നമ്മൾ കാത്തിരിക്കുന്നതാണ് നല്ലത്. എടാ, ഞാൻ മാഷിനെ നേരത്തെ വിളിച്ചായിരുന്നു. പറ്റിയാൽ അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞേ. അച്ഛാ, ഇനി മാഷ് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ വിളിച്ച് മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു സൂചന കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെങ്ങനെയാണ്? ഞാൻ വിളിക്കുമ്പോൾ മാഷ് വിചാരിക്കുന്നത് നിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണെന്നാ. അതുകൊണ്ട് മാത്രമാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചത്. മഞ്ചാടിക്ക് വേറെ ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതോടെ ഏട്ടന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയോ? എന്റെ എന്ത് തീരുമാനം? അല്ല, അനന്തമാഷ് കാണിച്ചു തരുന്ന പെണ്ണിനെ ഏട്ടൻ കല്യാണം കഴിക്കുമെന്നുള്ള തീരുമാനം. നീ എന്താ ഗോകുലെ വിചാരിച്ച്? മാഷ് മഞ്ചാടിയെ നിനക്ക് കല്യാണം കഴിച്ചു തരുമെന്നോ? അതായിരുന്നു നിന്റെ മനസ്സിലെങ്കിൽ ഞങ്ങള് മാഷിന്റെ വീട്ടിൽ പോയി സംസാരിക്കില്ലായിരുന്നു. അതെ, മാഷിന് ഇപ്പോഴും മഞ്ചാടിയെ ഗോകുലിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ താല്പര്യക്കുറവൊന്നും കാണില്ല. പക്ഷേ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളുടെ മനസ്സും തീരുമാനമൊക്കെ അല്ലേ പ്രധാനം. തന്നെയല്ല, നീ തന്നെ അത് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് നന്നായി എന്നുള്ളത് എൻ്റെ അഭിപ്രായം. ആ ആലോചന നമുക്കങ്ങ് മടക്കി വെക്കാമല്ലോ. അച്ഛാ, എനിക്ക് മഞ്ചാടിയെ സ്വന്തമാക്കിയേ പറ്റൂ എന്നുള്ള വാശിയോ അവളില്ലെങ്കിൽ ജീവിതമില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. ആ ജീവൻ രാജിനെ പോലുള്ളവൻ്റെ ചതിയിൽ അതിലവൾ പെട്ടുപോകരുതെന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. ഇനി പുതിയ അവതാരം എങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയാം? അതിനെപ്പറ്റി ഒന്നും നീ ഇപ്പം അന്വേഷിക്കാൻ പോകണ്ട. അതൊക്കെ അന്വേഷിക്കാൻ അവളുടെ അച്ഛനും ബന്ധുക്കളൊക്കെ ഉണ്ട്. പിന്നെ നീ പറഞ്ഞ പോലെ ഒരു സൂചന ഞാൻ മാഷിന് കൊടുത്തോളാം. അതോടെ ആ വിഷയം തീർന്നു. ഏട്ടാ, അതെ, ഇനിയിപ്പോ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അനന്തമാഷിനെ ഇനി അതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ശരിയല്ലേ? ആ കുടുംബമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ കല്യാണം, അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇനി എനിക്ക് വേണ്ടി പെണ്ണിനെ അന്വേഷിക്കുന്നതൊക്കെ അത് കഴിഞ്ഞു മതി.
എന്താ ശബരേട്ടാ? ഉറക്കം വരുന്നില്ലേ?